ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച്, ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥ, ഒരുപക്ഷെ ആരും നിന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല, ഞാനൊന്നും നേടിയിട്ടില്ല എന്നിങ്ങനെ പലതരത്തിലൊരു ഭാരമുണ്ടാവും. എന്തിനാണ് എൻ്റെ ജീവിതം? മറ്റുള്ളവർ എന്നെ കാണുന്ന രീതികൾ വ്യത്യാസമുണ്ടല്ലോ. ഇതാ തിരുവചനം നിന്നെ പഠിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 28:20, നിന്നോടുകൂടെ ഞാൻ എന്നും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുത്തുകൊള്ളുക. നിന്റെ സാഹചര്യം ഉടൻ മാറണമെന്നില്ല, പക്ഷേ സാഹചര്യത്തിന്റെ നടുവിൽ ദൈവം തന്റെ സാന്നിധ്യം നിറയ്ക്കും. നിന്റെ വീട്ടിലെ വ്യക്തികൾ മാറണമെന്നല്ല, മറിച്ച് നിന്റെ ഇന്നത്തെ ആ ശൂന്യതയുടെ നടുവിൽ ദൈവം ഇടപെടും. യെസ്, എൻ്റെ ജീവിതം ശൂന്യമാണ് എന്ന് നീ പറയുന്നിടത്ത് നിന്റെ ദൈവം പ്രവർത്തിക്കുകയാണ്. നിന്റെ ദൈവം പ്രവർത്തിക്കുകയാണ്. നീ ഇന്ന് കാണുന്ന ശൂന്യത ഒരവസാനമല്ല. നിന്റെ ശൂന്യത ദൈവത്തെ തേടാനുള്ള ഒരു ക്ഷണമാണ്. ഇന്ന് നിന്റെ ഉള്ളിൽ തോന്നുന്ന ഈ ഒരു അവസ്ഥ, ഇത് ദൈവത്തെ തേടാനുള്ള ഒരു അവസ്ഥയാണ്. എൻ്റെ സഹോദര സഹോദരി, നീ വിശ്വസിക്കുക. നാട്ടുകാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ല, മറ്റുള്ളവർ പറയുന്നതല്ല, മറിച്ച് നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെക്കുറിച്ചൊരു വിലയിട്ടിട്ടുണ്ട്, ഒരു മൂല്യമിട്ടിട്ടുണ്ട്. അത് ഈ ഭൂമിയിൽ നീ നേടുന്ന ഏതെങ്കിലും സാധനങ്ങളുടെയോ അംഗീകാരങ്ങളുടെയോ വെട്ടിപ്പിടിച്ചതിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. നീ എന്നൊരു വ്യക്തിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വിലയാണ്. നീ അത് വിശ്വസിക്കുക. യെസ്, ഐ ആം വാല്യുബിൾ. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 4-5. ഐ ആം വാല്യുബിൾ, ഐ ആം ഓണേഡ്, ഐ ആം പ്രഷ്യസ്. നീ ബഹുമാന്യനാണ്, നീ വിലയുള്ളവനാണ്, നീ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. നിനക്കൊരു വിലയുണ്ട്. ഈ ശൂന്യതയുടെ നടുവിൽ നിന്റെ കർത്താവ് നിന്നിൽ പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുന്നവര് നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് സ്വസ്ഥമായിട്ട് നമ്മളെ തന്നെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ആമേൻ പറഞ്ഞിട്ട് ഇരിക്കുക. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒന്നിരുന്നേ, ഒരു വലിയ കാര്യം കൂടെ പഠിച്ചോണം. നമ്മൾ ഇന്ന് അനുഭവപ്പെടുന്ന ഈ ശൂന്യത അതെന്തിനാണെന്നറിയാവോ? ദൈവത്തെ തേടാനുള്ള, ദൈവസ്നേഹം നിറയാനുള്ള വലിയ ഒരു ചാനലാണ്, വലിയൊരു വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് ഇന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഭാരം, സങ്കടം ഉണ്ടായല്ലോ എന്നോർത്ത് വിഷമിക്കണ്ടെന്ന്. അങ്ങനെ ഉണ്ടാവുന്നത് എന്തിനാണെന്നറിയാവോ? നിന്റെ ദൈവത്തെ തേടുന്നതിനുള്ള ഒരു വലിയ ചാനലാണ്, ഒരു വലിയ വഴിയാണ്. ഹല്ലേലൂയ. ഏത് അനുഭവത്തെയും അങ്ങനെ തന്നെ കണക്കാക്കിക്കോണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു പോകുന്ന, ഒലിച്ചു പോകുന്ന, നഷ്ടമാവുന്നതാണ് ഈ നേടിയതെല്ലാം. ഇത് നഷ്ടമാകുമ്പോൾ നമ്മൾ ഓർക്കണം, പരിഭ്രമിക്കാനല്ല, മറിച്ച് ഇത് തമ്പുരാൻ കർത്താവിനെ നോക്കുന്നതിനുള്ള ഒരു വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നന്നായി മനസ്സിലാക്കാൻ നിങ്ങളുടെ ശ്രദ്ധ പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം, അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനം ഒന്ന് തുറന്നാലോ? ബുക്ക് ഓഫ് കിങ്സ്, സെക്കൻഡ് ബുക്ക്, ചാപ്റ്റർ 4, 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനം. ശ്രദ്ധിച്ചോ, വിധവയുടെ എണ്ണ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്, നമുക്ക് ഒത്തിരി അനുഗ്രഹം ചൊരിയും കേട്ടല്ലോ. ഞാൻ വായിക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെ. 1-ാം വചനം ഇങ്ങനെയാണ്: പ്രവാചക ഗണത്തിൽ ഒരുവന്റെ ഭാര്യ ഏലീഷായോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ 2 പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ? ഏലീഷ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്ന് കരഞ്ഞോണ്ട് പറയുന്ന കാര്യമാണ് നമ്മൾ കേട്ടത്. എന്താ പറഞ്ഞത്? ഒന്നും കൂടെ വായിക്കാം. അങ്ങയുടെ ദാസനായി എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീയുടെ ശൂന്യത ഒന്നാമത്തേതേതാ? ഹസ്ബൻഡ് മരിച്ചു, സങ്കടം. അപ്പോൾ അത് ഒന്നാമത്തെ സങ്കടം. അടുത്തത് എന്താ? അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ
ഇതാ എൻ്റെ കുട്ടികൾ രണ്ടുപേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധിയുടെ ശൂന്യത. എന്ത് ചെയ്യും? സാമ്പത്തിക പ്രതിസന്ധിയുടെ ശൂന്യത. ഭർത്താവ് മരിച്ചതിൻ്റെ ശൂന്യതയുണ്ട്, അതിൻ്റെ കൂട്ടത്തിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ശൂന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ശ്രദ്ധിച്ചോണം, ഭാവിയെക്കുറിച്ചുള്ള ശൂന്യത. ഇനി ഞാൻ എന്തു ചെയ്യും? ഇനി ഞാൻ എന്തു ചെയ്യും? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച ഇനി ഞാൻ എന്ത് ചെയ്യും? കുറെ നാളെ ഇത് ചോദിച്ചു നടക്കുന്നു. ഇനി ഞാൻ എന്തു ചെയ്യും? ഇനി ഞാൻ എന്തു ചെയ്യും? അതാണ് ഒന്നാമത്തത്. ദേ രണ്ടാമത്തെ വചനം ഇങ്ങനെയാണ്, ഏലീഷ അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? കണ്ടോ, ചോദ്യമാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറയുക, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും ഇല്ല. അപ്പൊ ചോദ്യം, ഏലീഷ ഈ സ്ത്രീയോട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഇതൊരു ചോദ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലതകര ഉയർത്തി പറഞ്ഞ്, എൻ്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ കയ്യിൽ എന്തുണ്ട്? നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മുടെ കയ്യിൽ എന്തില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? നമ്മുടെ കയ്യിൽ എന്തില്ല? എനിക്കത് വീട്ടിൽ തീർക്കാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെയില്ല, എനിക്ക് ആൾബലമില്ല, എനിക്ക് രാഷ്ട്രീയക്കാരുടെ പിൻബലമില്ല, എൻ്റെ വീട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നിന്നോട് ചോദിക്കുന്ന ചോദ്യം, നിനക്ക് എന്ത് ഉണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറവിലേക്കല്ല, നിനക്കുള്ളതിലേക്ക് നോക്കുക. നിനക്ക് എന്തുണ്ട്? അടുത്തിരിക്കുന്ന അവിടെ ചോദിച്ചാൽ നിനക്ക് എന്തുണ്ട്? എന്തുണ്ട്? ഈ ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തിലല്ലേ? നിന്റെ കയ്യിൽ എന്തുണ്ട്? മോശയോട് ദൈവം ചോദിച്ചു, എടാ നീ ചെങ്കടൽ വിഭജിക്കാൻ വേണ്ടി മുമ്പോട്ട് നിൽക്കുമ്പോൾ നിന്റെ കയ്യിൽ എന്തുണ്ട്? അവന്റെ കയ്യിൽ ഒരു ദണ്ട്, വിശ്വാസത്തിന്റെ ഒരു അടയാളം, ഇതേ ഉള്ളൂ. ദാവീദ് ഇതാ ഗോലിയാത്തിനെ പരാജയപ്പെടുത്താൻ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ദാവീദിന്റെ കയ്യിൽ എന്തുണ്ട്? 5 കല്ലുകളും പിടിച്ചോണ്ട് നിൽക്കുക, 5 കല്ലുകളും പിടിച്ചോണ്ട് നിൽക്കുക. ഇതെന്താവാനാ? എന്തുണ്ട് നിന്റെ കയ്യിൽ? നിന്റെ മുമ്പിലുള്ളത് ഭീമാകാരനായിട്ടുള്ള മനുഷ്യൻ, നിന്റെ കയ്യിൽ ഈ 4-5 കല്ലും പിടിച്ചോണ്ടിരിക്കുവാണ്. ഈശോ ശിഷ്യന്മാരുടെ മുമ്പിൽ അപ്പം വിതരണം ചെയ്യുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? മുമ്പിലിരിക്കുന്ന 10,000 മനുഷ്യർ, ശരിയാണ്, ഇവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ചിന്തിച്ചാൽ ഒന്നുമില്ല. ഈശോ ചോദിക്കുന്നു, നീ കുറവിലേക്ക് നോക്കാതെ നിന്റെ കയ്യിൽ എന്തുണ്ട്? വിധവയോട് ഈശോ ഈ ഏലീഷ ചോദിക്കുവാണ്, നിന്റെ കയ്യിൽ എന്തുണ്ട്? ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം ശ്രദ്ധിച്ചോ. അവൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ശേഖരിക്കുക. ഹല്ലേലൂയ. നീ ചെന്നിട്ട് എന്ത് ചെയ്യണം? അയൽക്കാരിൽ നിന്ന്. അപ്പൊ ഇവിടെ ഈ വീട്ടിൽ എന്താ ഉള്ളത്? ഒരു ഇച്ചിരി എണ്ണ, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, അപ്പുറത്തോട്ടൊക്കെ ചെന്നിട്ട് ഒഴിഞ്ഞ പാത്രങ്ങൾ, എംപ്റ്റി വെസൽസ്, ഒഴിഞ്ഞ പാത്രങ്ങൾ നീ കൊണ്ടുവരിക. ഈ ഒഴിഞ്ഞ പാത്രത്തിന്റെ ഗുണം എന്താണെന്നറിയോ? ഒഴിഞ്ഞ പാത്രം ഉണ്ടെങ്കിലേ എന്തെങ്കിലും നിറയ്ക്കാൻ പറ്റൂ. എല്ലാം നിറഞ്ഞിരിക്കുവാണെങ്കിൽ അവിടേക്ക് ഒരു സ്പേസ് ഇല്ല. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ചില കുറവുകൾ, ഒഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മൾ എല്ലാം തികഞ്ഞിട്ടിരിക്കുവാണ്, എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഇരിക്കും. നിനക്ക് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റണമെങ്കിൽ നിനക്ക് ചില കുറവുകളും ബലഹീനതകളും ഒഴിഞ്ഞ അവസ്ഥ വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ എന്തു മനസ്സിലായി? ഇന്ന് നമുക്കൊരു ശൂന്യത, ഒരൊഴിഞ്ഞ അവസ്ഥയുണ്ടെങ്കിൽ അതെന്തിനുള്ളതാ? നിന്റെ ദൈവം നിന്നിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരുക്കിയ ഒരവസ്ഥയാണ്. ഹല്ലേലൂയാ. സങ്കീർത്തനം 81 വചനം 10 ഒന്ന് വായിച്ചേ, പെട്ടെന്ന് തിരിച്ചു വരാം കേട്ടോ. നമ്മളിപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകം 4-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. സങ്കീർത്തനം 81 വചനം 10 ഒന്ന് വായിച്ചാലോ. 81:10 വായിച്ചേ. ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ്. നീ വായി തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാം. നീ വാ തുറക്കുക, നിനക്ക് ഭക്ഷിക്കാം. അതായത് നീ എന്ത് ചെയ്യണം? നീ വാ തുറക്കണം. പാത്രം വേണമെന്ന്. നീ ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ വാ തുറക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാത്രം ഉണ്ടെങ്കിലേ വിളമ്പാൻ പറ്റൂ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, പാത്രം ഉണ്ടെങ്കിലേ വിളമ്പാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളിതേ തുറന്ന പാത്രങ്ങളാണ്. നിന്റെ ജീവിതത്തിൽ ഈ ഒഴിഞ്ഞ പാത്രങ്ങൾ എന്ന് പറയുന്നത് നിന്റെ ജീവിത അവസ്ഥയാണ്. ഇതാ
എലീശ പ്രവാചകൻ പറഞ്ഞു, എന്തു പറഞ്ഞു? അവൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. 4-ാം വചനം, പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്ത് കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക, നിറയുന്നത് മാറ്റിവെക്കുക. ഹല്ലേലൂയാ. എലീശ പ്രവാചകൻ പറയാണ്, നീ എന്ത് ചെയ്യണം? നീ അയൽവാസികൾ നിന്ന് ഈ പാത്രമൊക്കെ കൊണ്ടുവന്നിട്ട് നിന്റെ വീട്ടിൽ കയറിയിട്ട് എന്ത് ചെയ്യണം? നീ വാതിലടയ്ക്കണം. അല്ലാതെ നാട്ടുകാർ കാണുക നീ റോട്ടിൽ നിന്നോണ്ടല്ല പ്രകടനം, മറിച്ച് നിന്റെ വീടിനുള്ളിൽ ഒരു അനുഗ്രഹം സംഭവിക്കുകയാണ്. നിന്റെ വീടിനുള്ളിൽ സംഭവിക്കുന്നതിന് നിന്റെ വീട്ടിൽ ഒരു സ്വകാര്യതയുടെ കൃപയുണ്ട്. ഹല്ലേലൂയാ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, നമ്മുടെ വീട്ടിൽ പല പല അനുഗ്രഹങ്ങളുമുണ്ട്. അത് നമ്മുടെ വീടിനുള്ളിൽ സംഭവിക്കേണ്ട കാര്യമാണ്, റോട്ടിലല്ല, ചായക്കടയിലല്ല, വീടിനകത്ത്. നമ്മുടെ വീടിനകത്താണ് ഈ കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം എവിടെ ചെന്ന് പറയണം? ചായക്കടയിലാണോ? അയൽക്കൂട്ടത്തിലാണോ? തൊഴിലിരിപ്പ് പരിപാടിയിലാണോ? അല്ലല്ല. എന്ത് ചെയ്യണം? നീ പറയേണ്ടത് എവിടെയാ? നിന്റെ വീട്ടിൽ നിന്റെ പ്രിയപ്പെട്ടവർ ഇരുത്തിക്കൊണ്ട്, അല്ലാതെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, നാട്ടുകാരുടെ മുമ്പിൽ അല്ലെന്ന്. അതുകൊണ്ട് എന്ത് ഗുണം? മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തും, നാണം കെടുത്തും, അപമാനിക്കും. നിന്റെ വീട്ടിൽ, നിന്റെ വീടിനുള്ളിൽ. അതുകൊണ്ടാണ് ദേ വചനം പറയുന്നത്, നീ വീടിൽ വാതിലടച്ച് ഒരു ദൈവ രഹസ്യം, ദൈവ കൃപ, അത്ഭുതം നിന്റെ വീട്ടിൽ സംഭവിക്കുന്നു. സ്വരമുയർത്തി വലതുകൈ ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 5-ാം വചനം, അടുത്ത വചനം വായിച്ചേ. അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു. അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു. ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ ഒരു ചെറിയ പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അപ്പുറത്ത് ഇപ്പുറത്തുനിന്നും പാത്രങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ എണ്ണ പകരാൻ തുടങ്ങി. അത്ഭുതം. ചെറിയ ഒരു പാത്രത്തിലെ എണ്ണ വലിയ അത്ഭുതമായിട്ട് മാറി. ഈ കുറവ് എന്തായി മാറി? അനുഗ്രഹമായിട്ട് മാറി. ഇന്ന് നിനക്ക് എന്താണോ കുറവുള്ളത്, ഇന്ന് നീ എന്തിനെക്കുറിച്ച് വിഷമിക്കുന്നോ, അത് കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റും. സ്വർദ്ദിപ്പറ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ഇന്നത്തെ നിന്റെ കുറവാണ് ഈ നാളത്തെ നിന്റെ അനുഗ്രഹം. പറഞ്ഞു കൊടുത്തേ. ഇന്നത്തെ നിന്റെ വിഷമമാണ് നാളത്തെ നിന്റെ ആനന്ദം. മോശ ഈ കയ്യിലിരിക്കുന്ന വടിയും പിടിച്ചോണ്ട്, ദൈവമേ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചിന്തിച്ചില്ല, മറിച്ച് ഇതാണ് അവന്റെ അനുഗ്രഹം. ചെങ്കടൽ വിഭജിക്കാൻ കൃപ കൊടുത്തത് അതാണ്. നമ്മളത് വിശ്വസിച്ചോണം. ഈശോയുടെ കയ്യിൽ 5 അപ്പം 2 മീനും കിട്ടി. ഇതാണ് 10,000-ങ്ങൾക്ക് വീതം വയ്ക്കപ്പെട്ടത്. വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. 5 കല്ലും പിടിച്ചോണ്ട് നിന്ന ദാവീദ് മുമ്പിൽ നിൽക്കുന്ന ഭീമാകാരനായ മനുഷ്യന്റെ നെറ്റിയിലേക്ക് ഈ 5 കല്ലുകൾ പായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ഇല്ലായ്മ, കുറവ്, ഇച്ചിരിയേ ഉള്ളൂ എന്ന് പറഞ്ഞതിനെ ദൈവം അത്ഭുതമാക്കി മാറ്റും. ഒന്ന് കയ്യടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് വിശ്വസിക്കുന്നവര് നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയാ. അടുത്ത വചനം ശ്രദ്ധിച്ചോ, നല്ല വചനാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ദയവ് ചെയ്ത് ഈ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെ നമ്മൾ ഇപ്പോൾ വായിക്കുന്നത് ഒന്ന് ശാന്തമായിട്ടൊന്ന് വായിക്കണേ. ശക്തമായ ബോധ്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് കിട്ടും. അടുത്ത വചനം, 6-ാം തിരുവചനം. പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനി പാത്രം ഇല്ലെന്ന്. എപ്പോഴാണ് അനുഗ്രഹം നിന്നത്? ഇനി അത് സ്വീകരിക്കാൻ പാത്രമില്ല. ഇനി സ്വീകരിക്കാൻ പാത്രമില്ല. പാത്രമൊക്കെ തീർന്നു, അപ്പോൾ അനുഗ്രഹവും തീർന്നു. എന്ന് പറഞ്ഞാൽ, നീ സ്വീകരിക്കാൻ തയ്യാറായി നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പാത്രങ്ങൾ വെച്ചിട്ടുണ്ടോ, കർത്താവ് കൃപ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ ശക്തിയല്ല കുറഞ്ഞത്, സ്വീകരിക്കാനുള്ള പാത്രങ്ങളാണ് കുറഞ്ഞത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പലതകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. 7-ാം വചനവും കൂടെ വായിച്ചോ. അവൾ ദൈവപുരുഷന്റെ അടുത്ത് ചെന്ന് വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വീട്ടുക, ശേഷിക്കുന്നത് കൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കും. ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടം വീട്ടാനുള്ള വഴി, കടം വീട്ടാനുള്ള വഴി ദൈവം കൊടുത്തു. കടം വീട്ടാൻ എന്ന് മാത്രമല്ല, ഭാവി ജീവിതം സുരക്ഷിതമാക്കാനുള്ള വഴിയും ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഒഴിഞ്ഞ പാത്രങ്ങളുമായിട്ടാണോ നിന്റെ ജീവിതം? ഈ ഒഴിഞ്ഞ പാത്രത്തിലേക്ക് കർത്താവ് നിറച്ചളന്ന് അനുഗ്രഹം ചൊരിയും. വിശ്വസിക്കുന്നവർ പറ ആമേൻ. അതേത് വിഷയമാവാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ചിന്തിക്കുന്ന ഏത് വിഷയമാവാം. ചിലർ ചിന്തിക്കുന്നുണ്ട്, ഈ എൻ്റെ കാര്യം അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അച്ഛൻ ഇതൊരു സ്പെഷ്യൽ കേസാണ്, ഇതൊരു രക്ഷയില്ല, ഇത് തീർന്നു. അല്ലെന്ന് അല്ല. നീ ചിന്തിക്കുന്നു എത്ര വലിയ ആഴത്തിലുള്ള കുഴിക്കകത്താണ് കിടക്കുന്നത്. ആയിക്കോട്ടെ, ഒരു വലിയ 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 അസ്വസ്ഥതയുടെ നടുവിലാണ്. ആയിക്കോട്ടെ, എത്ര വലിയ ഭീകരമായ അവസ്ഥയാണെങ്കിലും ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് നിനക്ക് നൽകുന്നൊരു വാഗ്ദാനമാണ്. നിന്റെ ജീവിതത്തിൽ അടഞ്ഞ വാതിലെന്ന് നീ കരുതുന്നവയ്ക്ക് മുമ്പിൽ നിനക്ക് വേണ്ടി നിന്റെ ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുമ്പോൾ നിറച്ചളന്നു തരും. ചെറുതല്ല, അത്രമേലുള്ളത്. ഭാവി ജീവിതം നിനക്ക് സമൃദ്ധമായിട്ട് കൊണ്ടു നടക്കാനുള്ള ദൈവം തരും. തട്ടിയും മുട്ടിയും എങ്ങനെയെങ്കിലും ജീവിക്കുമെന്നല്ല, ഭാവി ജീവിതത്തെ സുഖകരമായിട്ട് സമൃദ്ധമായിട്ട് കൊണ്ടു നടക്കാൻ ആവശ്യമായത് വിധവയുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപ അത് നമ്മിലും സംഭവിക്കും. വലതുകരം നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് പറ, എന്നിലും ഈ അത്ഭുതം സംഭവിക്കട്ടെ, എന്നിലും ഈ പ്രവൃത്തി സംഭവിക്കട്ടെ, എന്നിലും ഇത് സംഭവിക്കട്ടെ. വലതുകരം ഉയർത്തി പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. നമ്മളിപ്പോൾ പറഞ്ഞ ഈ വചനങ്ങൾ അടുത്ത ഈ ശുശ്രൂഷ സമയത്ത് ഒരു അഭിഷേകമായിട്ട് നമ്മളിൽ സംഭവിക്കുകയാണ്. മുട്ടുകുത്തിക്കോ, കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണേ. ഈശോയെ, അത്ഭുതകരമായൊരു കൃപ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. ഒത്തിരി ശൂന്യമായ അനുഭവങ്ങളും അവസ്ഥകളും നമുക്കുണ്ട്. നമ്മൾ ആരും തന്നെ തികഞ്ഞവരല്ല, നമുക്ക് ഒത്തിരിയുണ്ട്. കരങ്ങൾ കൂപ്പി കണ്ണടച്ച്, ദൈവമേ, ഈ ആരാധന സമയം നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, മറ്റുള്ളവർക്ക് വിളമ്പാൻ തക്കവണ്ണം കർത്താവെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് പാടാം ചേർന്ന്. സർവവല്ലഭൻ അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ ദൈവമേ, എൽത്താരുടെ മുമ്പിൽ എൻ്റെ ശൂന്യമായ ജീവിതാവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ മനസ്സിലുള്ള ഈ അനുഭവങ്ങളിൽ അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം പല പല അനുഭവങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും ഈ ശൂന്യത നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിലൂടെ, ഏതെങ്കിലും അധികാര മേഖലകളിലൂടെ, ഏതെങ്കിലും വ്യക്തികളിലൂടെ, ഏതെങ്കിലും സാധനങ്ങളിലൂടെ ജീവിതത്തിൽ നമ്മുടെ ഈ ശൂന്യത നികത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയി. നമ്മുടെ ഉള്ളിലുള്ള ശൂന്യത നികത്താൻ ഇതാ ഈശോ നിന്നിൽ കടന്നു വരികയാണ്. ഇതാ നിന്നിൽ കർത്താവ് നിന്നെ രൂപപ്പെടുത്തുകയാണ്. നിന്റെ മേൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടാൻ പോകുന്ന സമയം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഒരു പുതിയ അഭിഷേകം കർത്താവെ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് എന്നിൽ പ്രവർത്തിക്കണമേ. ഒരു പുതിയ കൃപ എൻ്റെ മേൽ ചൊരിയപ്പെടട്ടെ. ഒരു പുതിയ കൃപ എൻ്റെ മേൽ ചൊരിയപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ കൃപ നമ്മുടെ മേൽ അത്ഭുതകരമായിട്ട് ദൈവം ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സങ്കീർത്തനം
13-ാം അധ്യായം അതിൻ്റെ ആരംഭം ഒരു ചോദ്യമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം ഇതാ സങ്കീർത്തകൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 13-ാം അധ്യായം 1-ാം തിരുവചനം. കർത്താവേ, എത്ര നാൾ അങ്ങെന്നെ മറക്കും? എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ? എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും? എത്ര നാൾ ഞാൻ വേദന സഹിക്കണം? എത്ര നാൾ രാപകൽ ഹൃദയവേദ അനുഭവിക്കണം? എത്ര നാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും? കണ്ണുകളടയ്ക്കൂ, കരങ്ങൾ കൂപ്പിക്കേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ സമാനമായിട്ടുള്ള അനേക ശൂന്യതയും ഹൃദയബദ്ധകളുമുണ്ട്. പല വിഷയങ്ങളെക്കുറിച്ച്, പല വ്യക്തികളെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ വല്ലാണ്ട് ഭാരമുണ്ട്. കർത്താവെ, എത്ര നാളുകളായി കർത്താവെ ചില വിഷയങ്ങളിൽ വല്ലാണ്ട് ഭാരപ്പെട്ടാണ്. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തം കിട്ടുന്നില്ല കർത്താവെ, എത്ര നാൾ? ഒരുപക്ഷെ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിച്ചത് ഒത്തിരി സ്വപ്നങ്ങളോടുകൂടിയായിരിക്കും. വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എത്ര നാൾ? കർത്താവെ, അങ്ങെന്നിൽ ഇടപെടണമേ. കർത്താവെ, അങ്ങെന്നിൽ ഇടപെടണമേ. ഒരുപക്ഷെ ജീവിതത്തിൽ പല കണക്കുകൂട്ടലുകളോടുകൂടെ ഭാവി ജീവിതത്തെ ഒന്ന് മുമ്പോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ചില പഠന കാര്യങ്ങളിൽ തടസ്സം വന്നിട്ടുള്ളവരുണ്ട്. പരീക്ഷ എഴുതിയിട്ട് പരാജയപ്പെട്ടുള്ളവരുണ്ട്. ഒരു നല്ല ജോലി ആഗ്രഹിച്ചിട്ട് അത് ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും. ഒരുപക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ കർത്താവെ, ഞാൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നിന്റെ ശൂന്യത ഈ അൾത്താരയിൽ സമർപ്പിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേക മാതാപിതാക്കളുടെ സങ്കടങ്ങളെ ഈ അൾത്താരയോട് ചേർത്ത് വയ്ക്കുന്നു. വർഷങ്ങൾ മക്കളെ വളർത്തി വലുതാക്കിയിട്ട് മക്കൾ ഇങ്ങനെ പെരുമാറുമ്പോൾ, ദൈവമേ, എന്താകും എൻ്റെ മകൻ്റെ ഭാവി, എൻ്റെ മകളുടെ ഭാവി എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. കർത്താവെ, ഈ അൾത്താരയിൽ അവ സമർപ്പിക്കുന്നു. സങ്കീർത്തനം 13-ാം അധ്യായം 5-ാം തിരുവചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ചെയ്യേണ്ട വലിയൊരു നിലപാടിനെ കുറിച്ച് വചനം പറയുകയാണ്. ദൈവത്തെ ആരാധിക്കാനും പാടി സ്തുതിക്കാനും തീരുമാനമെടുക്കുക. നിന്റെ ഹൃദയത്തിൽ ഇതാ ദൈവം ഒരു രക്ഷയുടെ ആനന്ദം നിനക്ക് നൽകും. ശൂന്യതയുടെ നടുവിൽ കർത്താവ് ഇടപെടും. നിനക്ക് വേണ്ടി കർത്താവ് നിലകൊള്ളുന്നു. നിന്റെ ശൂന്യമായ അവസ്ഥയിൽ കർത്താവ് തൻ്റെ ജീവജലമൊഴുക്കി നിന്നെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. യെശയ്യാ പ്രവചനം 43:19 ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ഇതാ ഞാൻ നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നത് ഈ അൾത്താരയിൽ നിന്ന് നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് സംഭവിക്കട്ടെ. നിനക്ക് വേണ്ടി കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്യുന്നു. ഇന്നോളം നീ കണ്ടു മടുത്ത അനുഭവങ്ങളുടെ നടുവിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നു. വരണ്ട ഇടങ്ങളിൽ നിനക്ക് വേണ്ടി കർത്താവ് തെളിനീരുറക്കുന്നു. നിനക്ക് വേണ്ടി കർത്താവ് മണലാരണ്യത്തിൽ ഇതാ ഒരു നദി തുറക്കുന്നു. നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു കാര്യം നിനക്ക് വേണ്ടി കർത്താവ് ചൊരിയും. ഈ ശുശ്രൂഷ സമയത്ത് 2 കരങ്ങളും ഉയർത്തി, ഓ ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവജലമേ, എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ദാഹത്തോടെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കട്ടെ. ജീവജലം, ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ശൂന്യതയുടെ നടുവിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദ മൈറ്റി പവർ, ദ മൈറ്റി അനോയിന്റിംഗ് ഓരോ വ്യക്തിയുടെ മേൽ സംഭവിക്കുന്നു. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, വിളിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം യെസ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും സംഭവിക്കട്ടെ. കൈകളടിച്ചു പാടാമോ? ആമേൻ. യെസ് കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു ഇതെന്നിൽ സംഭവിക്കട്ടെ. എൻ്റെ ശൂന്യതയുടെ നടുവിൽ ഏതെങ്കിലും ബന്ധ തകർച്ചകളായിരിക്കും കർത്താവെ, ഇവയുടെ നടുവിൽ എനിക്ക് ആരുമില്ലല്ലോ എന്ന ചിന്തയുടെ നടുവിൽ കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമേ.
ഞാൻ ഇത്രമേൽ സ്നേഹിച്ചിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയത് ഈ സങ്കടമാണല്ലോ എന്നുള്ള വിഷമത്തിന്റെ നടുവിൽ കർത്താവേ എന്നിൽ പ്രവർത്തിക്കണമേ. ഉറക്കമില്ലാത്ത അവസ്ഥയിൽ കർത്താവെ സ്വസ്ഥത നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കൈയടിച്ച് പാടി പ്രാർത്ഥിച്ചോ. ഉറക്കം കിട്ടുന്നില്ല, അങ്ങനെ വിഷമിക്കുന്നവരുണ്ട്, കൈയടിച്ച് പാടിക്കോ. കർത്താവെ എന്നിൽ പ്രവർത്തിക്കണമേ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ എന്നിൽ പ്രവർത്തിക്കണമേ. ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളിയുടെ സ്വഭാവ രീതികൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ വിഷമത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. കൈയടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ജോലിയുടെ മേഖലയിൽ ഭാരം, ജോലി മേഖലയിൽ ഭാരം, കർത്താവെ ഒരു വഴി തുറക്കണമേ. കൈയടിച്ച് നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ. യെസ്. ആമേൻ. പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, ആമേൻ. എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ, ചേർന്ന് നിറയണമേ, എന്നിൽ നിറയണമേ. ആമേൻ. ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണ പഠിക്കേ. ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞു ചേർന്ന് ജീവജലത്തിന്റെ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹവിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞു ചേർന്ന് പാടിക്കേ. ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞു ആവർത്തിച്ച് പാടിക്കേ. അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി സ്വരമുയർത്തി. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണം. ചേർന്ന് സ്നേഹാഗ്നി, സ്നേഹാഗ്നി ജ്വാലയായി, സ്നേഹാഗ്നി ജ്വാലയായി പഠിക്കേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഈശോയെ വിളിച്ച്. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്റെ ഹൃദയത്തിന്റെ ഭാരം മാറ്റണമേ. ഓ പരിശുദ്ധാത്മാവേ, നഷ്ടങ്ങളുടെ മേലങ്ങ് പ്രവർത്തിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, വിഷമത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓർത്തോർത്തുള്ള ദുഃഖത്തിൽ പ്രവർത്തിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, എന്റെ കൺഫ്യൂഷൻ മാറ്റണമേ. ഓ പരിശുദ്ധാത്മാവേ, വ്യക്തികൾ പ്രവർത്തിക്കണമേ. ആരാധന 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 ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. പുതിയൊരു അഭിഷേകം ചൊരിയപ്പെടട്ടെ. കൃപയ്ക്ക് മേൽ കൃപ ചൊരിയപ്പെടട്ടെ. കർത്താവെ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ പ്രവർത്തിക്കണമേ. ദൈവ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ. ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയാ. ദൈവമേ, വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആരാധന. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ജീവജലത്തിന്റെ അരുവി എൻ്റെ മേൽ നിറയപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞാൻ വിശ്വസിക്കുന്നു, ഇത് ഏറ്റെടുക്കുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എല്ലാവരും പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും വേർപാടിൽ ദുഃഖിക്കുന്നവര്, പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണം, അതിനുശേഷം വളരെ വിഷമത്തിൽ കഴിയുന്നവരുണ്ടാവും. ഇതാ ആ ശൂന്യതയുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുകയാണ്. ജീവജലത്തിന്റെ അരുവി. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ അങ്ങനെ വളരെ വിഷമത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരിൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിച്ച് ജീവജലത്തിന്റെ അരുവി നിറയട്ടെ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സകലരുടെ മേലും ആരെങ്കിലും ചതിച്ചു, ആരെങ്കിലും പറ്റിച്ചു, അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഇത്രയും ഞാൻ ഇയാളെ സ്നേഹിച്ചു, ഇയാളോട് ഞാൻ ഇതെല്ലാം പങ്കുവച്ചു, പക്ഷെ ഇയാൾ എന്നെ പറ്റിച്ചു, ഇയാൾ എന്നെ ചതിച്ചു, എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത വണ്ണം അല്ലാണ്ട് സ്റ്റക്കായി, അങ്ങനെയുള്ളവരുണ്ട് ഇവിടെ. പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിന്റെ ശൂന്യത നിറയ്ക്കും.
കർത്താവിൻ്റെ സ്നേഹമാണ് നിന്നിലേക്ക് ഒഴുകുന്നത്. ജീവജലത്തിൻ്റെ അരുവി. ഏതെങ്കിലും ചതി, മറ്റുള്ളവർ നിന്നെ വിഷമിപ്പിച്ചത് ഓർക്കും തോറും ദുഃഖം, ഒരുപക്ഷെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ, മനസ്സിൽ വല്ലാത്ത ഭാരം, നെഞ്ചിൽ ഇങ്ങനെ കല്ല് കയറ്റി വെച്ചതുപോലുള്ള അവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. ജീവജലത്തിന്റെ അരുവി നിന്നിൽ നിറയട്ടെ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി സംഭവിക്കട്ടെ. സ്നേഹാഗ്നി സ്നേഹാഗ്നി ജ്വാലയായി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ചു കൊള്ളുക. വളരെ പ്രത്യേകിച്ച് കുടുംബത്തില് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നു, എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ദൈവമേ, എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം? ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ആരും എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല, ആരും എന്നെ പരിഗണിക്കുന്നില്ല. ഞാനിങ്ങനെ മറ്റുള്ളവർക്കൊക്കെ വെച്ചു വിളമ്പി കൊടുക്കുന്നു, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, മക്കൾക്ക് എന്നെ ഒരു ശ്രദ്ധയില്ല, ജീവിത പങ്കാളിക്ക് ശ്രദ്ധയില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന അനേകരുണ്ട്. എൻ്റെ പ്രിയരെ, നിന്റെ ശൂന്യതയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നിറവ് നൽകട്ടെ. നിന്റെ വിഷമത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് നിന്നെ ഭരിക്കട്ടെ. ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളിൽ ഭാരപ്പെട്ട് ആരോടെങ്കിലും പിണക്കത്തിൽ അസ്വസ്ഥതയിൽ കഴിയുന്നുണ്ടെങ്കിൽ കർത്താവെ, ഇപ്പോൾ ഇതാ മേഖലകൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ശൂന്യതയുടെ നടുവിൽ ഞങ്ങൾക്ക് തോന്നിയ തോന്നലുകളാണത്. വെറുപ്പിൻ്റെ, വിരോധത്തിൻ്റെ, അസ്വസ്ഥതയുടെ ചില നിലപാടുകൾ കർത്താവ് ഈ നിമിഷം സമർപ്പിക്കുന്നു. ആ മേഖലകളെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയരെ, ഈ 2 പേരായി ഒന്ന് മുഖത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കാമോ? സ്റ്റാൻഡ് ഫേസ് ടു ഫേസ്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ചേ. എന്നിട്ട് അവരുടെ ശിരസിന് മുകളിൽ നിങ്ങളുടെ വലതുകരം വെച്ച് അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ശൂന്യതയുടെ നിറവിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് വെറുപ്പ്, ആരോടെങ്കിലും ദേഷ്യം, ആരോടെങ്കിലും സംസാരിക്കാതെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇവർ കാരണമാണ് ഞാൻ ഇങ്ങനെയാകാൻ കാരണം, ഈ വ്യക്തി കാരണമാണ്, ഈ സംഭവം കാരണമാണ്, എൻ്റെ ഇപ്രകാരമുള്ള പശ്ചാത്തലം കാരണമാണ് ഞാൻ ഇങ്ങനെയാകാൻ കാരണം എന്ന് നിനക്ക് ചിന്തയുണ്ടാവും. എന്നാൽ ഈശോ പറയുന്നു, ഈ ഒഴിഞ്ഞ പാത്രങ്ങൾ, നിന്റെ ജീവിതത്തിലുണ്ടായ ശൂന്യമായ അനുഭവം, അത് നാശത്തിനല്ല, അത് കൂടുതൽ അനുഗ്രഹം നിറയാനാണ്. ആയതിനാൽ നീ അവരോട് ക്ഷമിക്കുക, നീ അവരെ സ്നേഹിക്കുക, നീ അവരെ അംഗീകരിക്കുക. ചില ആളുകൾ ഇങ്ങനെ ചില നിലപാടെടുത്തു, അവരെ കുറ്റം വിധിക്കണ്ട. ഒരുപക്ഷെ മകനായിരിക്കും, മകളായിരിക്കും, അവരുടെ ചിന്താഗതി അനുസരിച്ച് അവർ ചില കാര്യങ്ങൾ പറഞ്ഞു, അവർ ചെയ്തു. അതിൻ്റെ പേരിൽ അവരോട് വെറുപ്പ് വേണ്ട. അവരെ സ്നേഹിക്കുക, കുറ്റപ്പെടുത്തണ്ട, അവരെ അംഗീകരിക്കുക. ഒരുപക്ഷെ കൂടെ ജോലി ചെയ്ത വ്യക്തിയാവാം, ഇടവക കൂട്ടായ്മയിലുള്ള വ്യക്തിയാവാം, കുടുംബ കൂട്ടായ്മയിലുള്ള വ്യക്തിയാവാം, ബന്ധുക്കളാവാം, ജീവിതത്തിൽ ഒരുപക്ഷെ നിന്നെ കണ്ടിട്ടില്ലാത്തവർ പോലുമാവും. ഏതെങ്കിലും തരത്തിൽ നിന്നെ വിഷമിപ്പിക്കുന്നു, ഭാരപ്പെടുത്തുന്നുവെങ്കിൽ ഈ നിമിഷം ആ മേഖലകൾ സമർപ്പിച്ച് ഇതാ കർത്താവെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ജീവജലത്തിൻ്റെ അരുവി ഈ വ്യക്തിയിൽ നിറയട്ടെ. നിങ്ങൾ മനസ്സിൽ കാണണം ആ വ്യക്തികളെ, എന്നിട്ട് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, 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 ഇവരിൽ നിറയണമേ. ജീവജലത്തിൻ്റെ അരുവി നിറയണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി സ്നേഹാഗ്നി ജ്വാല സ്നേഹാഗ്നി ജ്വാലയായി ഓ പരിശുദ്ധാത്മാവേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. കർത്താവേ, സംഭവിക്കട്ടെ. ഇതാ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതകരമായ കൃപകൾ സംഭവിക്കപ്പെടുന്നു. നിനക്കറിയാവുന്നതുപോലെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ വലിയ കൃപ ഓരോരുത്തരിലും നിറയപ്പെടട്ടെ.
കർത്താവ് അനേകരെ സ്പർശിക്കുന്നു. സ്വപ്ന എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഡയാനയെ കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ബിനോയിലേക്ക് നിറയുന്നു. കർത്താവ് ഇതാ ശക്തമായിട്ട് അനേകരെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നു. ശ്വാസം മുട്ടലുള്ള ഒരു രോഗിയെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു. അലർജി രോഗമുള്ള 3-ലധികം പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ സ്നേഹം നിന്നിൽ നിറയുന്നു. കൃപയ്ക്കുമേൽ കൃപ കർത്താവ് ചൊരിയുന്നു. കഴുത്തിന്റെ പുറം ഭാഗത്ത് ഒരു തടിപ്പും മുഴയും കണ്ടതിന് ശേഷം അത് വലിയ രോഗമാണോ എന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഭാരപ്പെടേണ്ട എന്ന് കർത്താവ് പറയുന്നു. അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ കാരുണ്യം നിറയട്ടെ. ഇന്റർവ്യൂവിന് പോയിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇതാ ഒരു ജോലി നൽകി അനുഗ്രഹിക്കുന്നു. ഭാരം കർത്താവ് എടുത്തു മാറ്റുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഡിക്സനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ സ്നേഹമാണ് നിന്നിൽ ഒഴുകുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന അനേകരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു. നിന്റെ ശൂന്യതയിൽ കർത്താവ് പ്രവർത്തിക്കുന്നു. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ആർക്കും എന്നെ വേണ്ട എന്നുള്ള ചിന്തയിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. മത്തായി 28 ഇതാ നിനക്ക് വേണ്ടി കർത്താവ് വചനം നൽകുന്നു. ഞാൻ എന്നും നിന്റെ കൂടെയുണ്ടായിരിക്കും. ഞാൻ യുഗാന്തം വരെ നിന്റെ കൂടെയുണ്ടായിരിക്കും. ഹല്ലേലൂയാ. അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വെച്ച് അവരനുഗ്രഹിക്കുക. അതിനുശേഷം അൾത്താരയിലേക്ക് തിരിഞ്ഞ് മുട്ടുകുത്തുക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം നീ വിശ്വസിക്കണം. നിനക്ക് കർത്താവ് ഒരു വില നൽകിയിട്ടുണ്ട്. നാട്ടുകാര് തന്നതല്ല, ദൈവം തന്ന വില. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 4-5 തിരുവചനം. ഐ ആം വാല്യുബിൾ, ഐ ആം ഓണേഡ്. ഞാൻ വിലയുള്ളവനാണ്, ഞാൻ ബഹുമാന്യനാണ്. വിശ്വസിക്കണം. കർത്താവിൻ്റെ സ്നേഹമാണ് നിന്റെ വില. ഉള്ളിൽ എന്തെല്ലാം അവസ്ഥകളുണ്ടെങ്കിലും തമ്പുരാൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കോണം. നാട്ടുകാരുടെ അല്ല. അവർക്കാർക്കും നിന്റെ ഉള്ളിലുള്ള ശൂന്യത നികത്താൻ പറ്റില്ല. കർത്താവിന് മാത്രം. കരങ്ങൾ കൂപ്പി കണ്ണടച്ചോ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ അപ്രകാരം ഭാരപ്പെട്ടിരിക്കുന്ന ചിലരുണ്ടല്ലോ, അവരെ ഒന്ന് ഓർത്തെ. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അവർക്ക് വേണ്ടി, വീട്ടിൽ അങ്ങനെയുള്ള ചിലരുണ്ട്, ശൂന്യത, ഭാരപ്പെട്ടിരിക്കുന്നവർ. കർത്താവെ, ഈ ആശീർവാദം അവർക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ ധ്യാന മന്ദിരത്തിൽ താമസിച്ചുള്ള ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. വളരെ ഭാരപ്പെട്ടൊക്കെ ജീവിത അവസ്ഥയിൽ വന്നിട്ടുള്ളവരുണ്ട്. കർത്താവെ, അവരിൽ അങ്ങ് പ്രവർത്തിക്കണമേ. വിശ്വസിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ